എന്താ സാറേ ഈ വർഷം എല്ലാരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ? കഴിഞ്ഞ വർഷം കാവ്യയുടെ ബർത്ത്ഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജർമ്മൻ പ്രോജക്ട് 2000 ക്രോസ് കഴിയില്ലെന്ന് പറഞ്ഞതാ. ഫിനിഷ് ചെയ്തില്ലേ? ഗ്രേറ്റ് സാർ. സോ കാവ്യ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് വലിയൊരു കമ്പനിയാണ്. സോ ഡബിൾ സെലിബ്രേഷൻ. ഡാഡി 3. എന്താ? വെൽ ദാറ്റ്സ് എ സർപ്രൈസ്. കാവ്യ റെഡി ആണെന്ന് നോക്കാം. ശരി, ഞാൻ പോയി നോക്കിട്ട് വരാം. കാവ്യേ, No, wait. കാവ്യേ. വാസി, ഇവനെന്താ കാവ്യ ഒരു കോമാളിയെ പോലെ? ഇവൻ വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ ആണോ? I think he looks cute. കാവ്യ, താഴെ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഡാഡി നിന്നോട് വേഗം അങ്ങോട്ട് വരാൻ പറഞ്ഞു. നീ വേഗം വരണം. ഞാൻ വന്നേക്കാം. നീ പൊയ്ക്കോ. സർപ്രൈസ് എന്താന്ന് ചോദിക്കില്ലേ? എന്താ അത്? എന്റെ മുഖം കണ്ടാൽ ഇറിറ്റേറ്റ് ആവോ എനിക്ക്? ഇവനെന്തിനാ ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നേ? ആരാടാ നിന്നെ അകത്തോട്ട് വിട്ടത്? പുറത്തു പോ. വിക്കി, എന്തിനാ ഇവരോട് ദേഷ്യപ്പെടുന്നേ? പ്ലീസ്, അവനോടൊന്ന് പുറത്തു പോകാൻ പറയുന്നുണ്ടോ? തനിച്ചൊരു കാര്യം സംസാരിക്കണം. വാസി, താഴേക്ക് പൊയ്ക്കോ. விக்கி, என்ன பண்ற? எதுக்கு? അച്ഛൻ എല്ലാവരോടും തുറന്നു പറയും. എന്ത്? നമ്മുടെ കാര്യം തന്നെയാ. നമ്മുടെ കാര്യോ? എന്താ അത്? നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാ. റിലേഷൻഷിപ്പോ? വാട്ട്? നമ്മുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അച്ഛൻ വേണ്ടപ്പെട്ട ഫാമിലി ഫ്രണ്ട്സിനെല്ലാം ഇവിടേക്ക് വിളിച്ചേ. ഒരു എൻഗേജ്മെന്റ് ഡേറ്റ് അനൗൺസ് ചെയ്ത് ഒരു വലിയ സർപ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞേ. നിന്റെയും എന്റെയും എൻഗേജ്മെന്റോ? വാട്ട്സ് റോങ് വിത്ത് യു? നമ്മൾ എപ്പോഴാ സ്നേഹിച്ചത്? നീ എന്തായി പറയുന്ന കാവ്യ? യു ഓൾവേസ് ടെൽ മീ നൗ ഐ ആം എവരിതിങ് ടു യു. ഐ നോ യു ലവ് മീ. വിക്കി, ഇഷ്ടവും സ്നേഹവും തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. ഡോണ്ട് കൺഫ്യൂസ് വിത്ത് ദി ടു. യു നെവർ ലവ് മീ. യാ? നോ വിക്കി, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കാവ്യ, നീ എന്നെ സ്നേഹിക്കുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു. ഡാഡി കല്യാണമാണെന്ന് എല്ലാവരും അറിയിക്കുകയും ചെയ്തു. ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞാ ഭയങ്കര നാണക്കേടാവും. പ്ലീസ് കാവ്യ, അക്സെപ്റ്റ് ചെയ്യേ. ഞാൻ വേണം നിന്റെ കാല് പിടിക്കാം. നിന്റെ ഇഷ്ടങ്ങളനുസരിച്ച് ഞാൻ നിന്നോട് ജീവിച്ചോളാം. പ്ലീസ് കാവ്യ, തീർച്ചയായിട്ടും എന്നോട് നിനക്ക് ഇഷ്ടം തോന്നുന്നു. എന്ത് മണ്ടത്തരം നീ പറയുന്നത്? വാട്ട്സ് റോങ് വിത്ത് യു? അങ്കിളാണ് പ്രശ്നമെങ്കിൽ ഞാൻ അങ്കിളോട് സംസാരിക്കാം. പറഞ്ഞാൽ മനസ്സിലാവും. ഇറ്റ്സ് പ്യൂർലി മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വിക്കി. കാവ്യ നിക്ക് പ്ലീസ്. കാവ്യ, വിക്കി, കാവ്യ പറയുന്ന കേക്ക്. ലിസൺ. നീ വെറുതെ ബഹളം ഉണ്ടാക്കാതെ പ്ലീസ്. കാവ്യ, നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. കാവ്യ, എന്നെ കയ്യൊന്ന് വിട് വിക്കി. ഇതാരാ പറഞ്ഞേ? വാസി, എന്റെ കയ്യിൽ നിന്ന് വിട് വിക്കി. വിക്കി, വിക്കി, വിക്കി. വിക്കി, കയ്യിൽ നിന്ന് വിട് വിക്കി. പ്ലീസ് വിക്കി, പ്ലീസ്. വിക്കി, വാസി. ഇവിടെ കാണുമ്പോഴെനിക്ക് ഇറിറ്റേറ്റ് ആവും. പ്രശ്നം അവിടെ സംഭവിക്കുന്നത് Sir, please. Hey, stop it!
വാസി, no. വേഗം ചെന്ന് അയാളെ പിടിച്ച് മാറ്റ്. നോ Stop it. വാസി, വാസി, stop. Stop, വാസി. ഒന്നും ചെയ്യരുത്. No, വാസി, no. No. പോലീസ്. അവനെ എടുത്ത് വണ്ടിയിലിട്. Hey, വാസി. മാഡം, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അറസ്റ്റ് ചെയ്തത് ഞങ്ങളല്ല, അവരാണ്. ആൻഡമാൻ പോലീസ്. അയാൾ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ട് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി. അങ്ങനെയാണോ? എവിടേക്കാ സാറേ? ആൻഡമാൻ. എന്ത് വയലൻസാ സാറേ ഇത്? ഒരാളെ എത്ര പേര് കൂടി തല്ലിയിരിക്കുന്നത്? തല്ലിയത് ഒരാളാ ഡോക്ടറെ. ഡോക്ടർ, എന്തെങ്കിലും ഒന്ന് പറയൂ ഡോക്ടർ. ആദ്യം സ്കാൻ റിപ്പോർട്ട് ഒന്ന് വരട്ടെ. മിസ്റ്റർ രാജശേഖർ. യെസ് ഡോക്ടർ. ആൾ ആദ്യം കോൺഷ്യസ് ആവട്ടെ, അതിനുശേഷം എന്തെങ്കിലും പറയാൻ പറ്റൂ. അയാൾക്ക് കഴുത്തിന് നല്ല ക്ഷതമേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ആൾ ജീവിച്ചാലും അദ്ദേഹം ലൈഫ് ലോങ് സെറിബ്രിക്കൽ കോളറായിട്ട് മുമ്പോട്ട് ജീവിക്കേണ്ടി വരും. ടേക്ക് കെയർ. സർ, സോറി ടു ബോദർ യു. ജർമ്മൻ പ്രോജക്ട് ഡോക്യുമെന്റ്സ് ഉടൻ തന്നെ സൈൻ ചെയ്ത് അയക്കണം സർ. കാവ്യയുടെ സൈൻ വാങ്ങാൻ പാടില്ലായിരുന്നു സർ. മാഡം